ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കേക്ക് കട്ടയിലും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മാത്രം ബർത്ത്ഡേ അല്ല കേട്ടോ, എനിക്കൊരു ട്വിൻ ബ്രദർ കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും കൂടിയും ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് മെയിനായിട്ട്. അപ്പോൾ അത് കട്ടയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീടിൻ്റെ അടുത്ത് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് ഉച്ചയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മല്ലി, കുരുമുളക്, നല്ല ജീരകം, ഇത് 3 നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ചൂടാവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഉണങ്ങിയ ചെറുനാരങ്ങയുടെ പിന്നെ വെളുത്തുള്ളി അതും കൂടിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതിൽ 1/4 ഭാഗം മാത്രമാണ് ചിക്കനിക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആ ചിക്കനിക്ക് എല്ലായിടത്തേക്കും മസാല ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. ചിക്കൻ ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തുകയാണെങ്കിൽ നല്ലപോലെ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. ചിക്കനൊക്കെ പരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്രഷറിൽ ക്യാപ്സിക്കും ക്യാരറ്റും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ചെറുതാക്കിയിട്ട്. അപ്പോഴേക്കും ചിക്കൻ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പുറത്തേക്ക് വെച്ചു. ഇനി നമ്മൾ ഇതിൽ ഓവനിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കണത്. അപ്പോൾ എല്ലാതും ഓവനിലേക്ക് നിരത്തി വെക്കുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ ഓവനിൽ കയറ്റിയ ശേഷം നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കും ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മല്ലിയിലും പുതിനയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എടുത്ത് വെച്ച മസാലയിൽ നിന്ന് കുറച്ച് ഭാഗമില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു നുള്ള മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണതാണ് അടുത്ത പരിപാടി. പിന്നെ ഇത് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് പാലും ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കിയിട്ട് 1 അല്ലെങ്കിൽ 1.5 മൂടിയൊക്കെ മതിയായിരിക്കും. പിന്നെ നമ്മൾ ഒരു 1.5 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോഴേക്കും മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മയോണൈസിൻ്റെ പണിയും പിന്നെ ഈ മസാലയുടെ പണിയൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു തക്കാളി, മല്ലിയില, പുതിനില ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പുളിക്ക് ലേശം വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സിയിൽ കറക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുതിനയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ അപ്പയ്ക്കും വെന്ത് വരുന്നുണ്ട്. ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, മറ്റൊരു ഭാഗം കൂടി വേവാൻ വേണ്ടിയിട്ട്. ഈ റൈസ് വേവിച്ചെടുക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പം നമ്മളിവിടെ അളന്നിട്ട് അരി എടുക്കേണ്ട ഒരു 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പം വെള്ളം നമ്മൾ ഓൾറെഡി അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അരി തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി നമുക്ക് ഊറ്റിയെടുക്കണം കേട്ടോ. ആ ഊറ്റിയെടുക്കണത് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്കാണ് നമ്മൾ ഊറ്റിയെടുത്തേക്കുന്നത്. ആ ക്യാപ്സിക്കും ക്യാരറ്റും ഒക്കെ വഴറ്റി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് പാലിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ മന്തിക്കുള്ള പോലെ എല്ലായിടത്തും പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസിൻ്റെ പണി എല്ലാം തീർന്നപ്പോഴേക്കും നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമുക്ക് ഓവനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മന്തിയുടെ മീതെ കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്, അതായത് റൈസിൻ്റെ ഒപ്പം എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പ്ലേറ്റിലേക്ക് ചാർക്കോളിൻ്റെ ആ കരി എടുത്തിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് സ്മോക്കിന് വേണ്ടിയിട്ട് ഒരു ലേശം
വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ മന്തി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഉച്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് തുറന്നിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല മയണൈസും മന്തിയും ചമ്മന്തിയും കൂടിയായിട്ട് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ ഗൈസ്. ഉച്ചത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. ഇനി ഫുൾ അങ്ങോട്ട് മഴയാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിൽക്കും. ബൈ ബൈ.